അയ്യോ സൂര്യനേറ്റുന്ന തോന്നുന്നത്. അമ്മ അമ്മ അയ്യോ ദൈവമേ നേർന്നു. വെറുതെ ഇരിക്കടേ, ആ പാലത്ത് നിന്നിട്ടല്ലേ സൂര്യാഘാതം ഏൽക്കണത്. ഇത്രയും നേരം അതിന്റെ ഏസിന്റെ ഉള്ളിൽ ഇരുന്നിട്ടേ ആ കയ്യില്ലാത്ത ഡ്രസ് ഇട്ട് പുറത്ത് വന്നിട്ടായിരിക്കും ചൂട് കുരു എന്തെങ്കിലും വന്നിട്ടുണ്ടാകും. അതായിരിക്കില്ലേ ഇവിടെ മുഴുവൻ നേരിണ്ടമ്മ. അമ്മ പോയിട്ടെ ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിട്ട് വാ. പിന്നെ ഞാൻ നിന്റെ വേലക്കാരിയാണല്ലോ, പറയുമ്പോഴത്തേക്കും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിട്ട് മുന്നിൽ കൊണ്ടുതരാൻ. കഴിക്കും കാലിന് ഒരു കുറവില്ലല്ലോ, വേണമെങ്കിൽ പോയി ഉണ്ടാക്കി കഴിക്കട്ടെ. എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലമ്മേ, അമ്മ പോയി ഉണ്ടാക്കിത്താ. ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ പോലും നിനക്ക് അറിയില്ലേ? 25 വയസ്സായി, നീ അവരെ ആ അടുക്കളയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നീ അങ്ങോട്ട് കേറിയിട്ടുണ്ടാ? അതങ്ങനെയാ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അച്ഛൻ തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ. നീയേ അവിടെ നിൽക്കാണ്ടും അവിടുന്ന് അടിച്ചത് എനിക്ക് കഴിയുന്നില്ല, എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്തിട്ട്. ഈ സീരിയലിലെ അമ്മായിമ്മനെ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു പണി പറയല്ലമ്മ. ഞാൻ അത്യാവശ്യമായിട്ട് എന്റെ ജോലിക്കാരെ നോക്കിക്കൊണ്ടിരിക്കുക. പറച്ചില് കേട്ട ഇവിടുത്തെ പണിയൊക്കെ നീ ചെയ്യണ പോലെയാണല്ലോ. ഞാനിങ്ങനെ വായ തോരാണ്ട് പറയല്ലാണ്ടേ എന്തെങ്കിലും ഒരു പണി നീ ചെയ്തു തന്നിട്ടുണ്ടാവും. ഞാൻ ഈ മോള് ചെയ്യില്ല നമുക്ക് നന്നായിട്ട് അറിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? വേഗം ഒന്ന് പോയി ഉണ്ടാക്കിത്താ അമ്മ. പെണ്ണിന്റെ നോട്ടം കണ്ട നാളേക്ക് നാളെ ജോലിക്ക് കയറുന്ന പോലെയാ. പഠിപ്പ് കഴിഞ്ഞ് 2 വർഷമായിരിക്കണോ, ജോലിക്കും പോവാൻ വയ്യ, വീട്ടിലൊരു പണിയും ചെയ്തു തരില്ല. ഒന്ന് കെട്ടിച്ചു വിടാൻ വിചാരിച്ചാലോ മൂപ്പരാണെങ്കിൽ അതിനോട് സമ്മതിക്കൂല്ല. 28 വയസ്സായിട്ടെ ജോലി കിട്ടട്ടെ വണ്ടിരിക്കണു. അച്ഛനും മോളും കൂടി എന്തോ ചെയ്യ്, പറയാനല്ലേ കഴിയില്ല. ഇവിടെ നിൽക്കാനും കഴിയുന്നില്ലല്ലോ. മോളെ അകത്ത് പോയിരിക്കേ, നല്ല കാറ്റിട്ട് തേങ്ങ ഉണങ്ങി നിക്കുക. കറണ്ട് ഇല്ല അച്ഛാ, ഇൻവേർട്ടർ കേടായി കിടക്കല്ലേ, അകത്ത് നിൽക്കാൻ കഴിയുന്നില്ല. അതപ്പോ ഞാൻ ഇവിടെ വന്നു. ആ സുഭാഷിനോട് എത്ര ദിവസം ഞാൻ പറയുന്നത്, അവനാണെങ്കിൽ ഒന്ന് ഒഴിവ് കിട്ടണ്ടേ വന്ന് നോക്കെ. അത് പഴയതായിട്ടായിരിക്കും, നമുക്ക് വേണമെങ്കിൽ പുതിയത് മേടിക്കാം. മോള് ചായ കുടിച്ചാ? ചായക്ക് പിന്നെ കുടിക്കാ അച്ഛാ, അമ്മ ക്യാരറ്റ് ജ്യൂസ് എടുക്കാൻ പോയിട്ടുണ്ട്. അയ്യോ കറണ്ട് ഇല്ലല്ലോ, പിന്നെ അച്ഛാ ഒരു സംഭരം എടുത്തരോ? ഇപ്പൊ എടുത്തുതരാം മോളെ. പിന്നെ നോക്കണ കേട്ടോ കുട്ടിയെ, തേങ്ങ ഒന്നും വേണ്ട, കുറച്ച് മാറിന്നോ. ആകെ ബോറടിക്കുന്നുണ്ട്. ഒരു ജോലിക്ക് പോവാ പറഞ്ഞാ രാവിലെ പോയാൽ രാത്രിയാവും ഇവിടത്തെ. 10-20 മേലെ സാലറി ഇല്ല. ദൈവമേ, വീട്ടില് പുറത്തിറങ്ങാതിരുന്ന പെണ്ണാ, കല്യാണം കഴിഞ്ഞപ്പോ ഫുള്ള് ട്രിപ്പും സിനിമയൊക്കെ ആയിട്ട് അവളുടെ ഒരു യോഗം തന്നെ. എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്യണം വീട്ടില്, എന്നാലും ഒരു കല്യാണം നടക്കുള്ളൂ. നേരത്തെ എണിച്ചോ? അമ്മ ചായ ആയോ? അല്ല മോളെ, സമയം 8 മണിയായി. ഈ സമയത്താണ് കിടന്നിരിക്കുക? ഞാൻ സാധാരണ എന്റെ വീട്ടില് ഈ സമയത്ത് തന്നെ എണിക്കല്. നിന്റെ വീടല്ല, ഇവിടെ 6 മണിക്ക് കുളിച്ചിട്ട് വേണം അടുക്കളക്കാരെ. ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞാലേ ക്ഷീണം ഉണ്ടാവും കേട്ടോ. ഒന്നും മിണ്ടാതിരുന്ന് നാളെ നേരത്തെ അടിക്കണട്ടോ. 6 മണിക്ക് എണിച്ചിട്ട് അടിച്ചു തുളച്ച് അടുക്കളക്കാരുണ്ടോ? എന്റെ ജീവിതത്തിൽ ഞാൻ 6 മണി കണ്ടിട്ടില്ല. വീട്ടില് ജോലിയും തൊടാത്ത ആളാ. ഇവിടെ വന്ന് ഇവിടെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നു. അല്ലടി, നിന്നോട് എപ്പോഴും 6 മണിക്ക് എണിക്കണം പറയല്ലേ? നീ 7 മണിയായി, എന്താക്കിയതാ? നാളെ തൊട്ട് എണിക്കാമ്മ. എന്ത് നാളെ തൊട്ട്? വന്നപ്പോ ഇതല്ലേ പറഞ്ഞത്? പെണ്ണെ, നീ എന്നോട് കളിക്കാൻ നിൽക്കണം കേട്ടോ. ചെയ്തിട്ട് വാ, അവിടെ കുറെ തീരുമാനമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓർഡർ ചെയ്ത് പോയി എന്താ ജയിലറാ പോരട്ടെ തള്ളം ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇതിനൊക്കൊരു മെഷീൻ വാങ്ങിച്ചൂടെ? ഇക്കാലത്ത് ആരെങ്കിലും ഈ കല്ലിൽ അലക്കാൻ നിൽക്കുവോ? അവിടെ എന്റെ ഒരു തുണി പോലും ഞാൻ അലക്കില്ല. ഇവിടെ ഇപ്പൊ അമ്മായച്ചന്റെയും അമ്മായിയമ്മന്റെയും കെട്ടിയവന്റെയും എന്താവുന്നുണ്ട്. ഏട്ടാ, കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായില്ലേ. എന്റെ അച്ഛനും അമ്മനെ കാണുന്നുണ്ട്. ഞാൻ നാളെ പോയിട്ട് 2 ദിവസം അവിടെ ഇരുന്നിട്ട് വരട്ടെ. അതെങ്ങനെ ശരിയാവാ സന്ധ്യ? നാളെ 7-ാം മാസത്തിൽ പെങ്ങളെ കൂടിക്കൊണ്ടുവരികയല്ലേ? നീയുള്ള ധൈര്യത്തിലാ അവിടെ ഇങ്ങോട്ട് വരുന്നത്. അമ്മയ്ക്ക് പണിയൊന്നും എടുക്കാൻ കഴിയില്ലെന്ന് അറിയില്ലേ? അവളുടെ പ്രസവം നോക്കേണ്ടത് നീയാ. എന്നാലും 5-6 മാസേ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ.
അവളൊന്ന് പ്രസവിച്ച് പോട്ടെ, എന്നിട്ടൊക്കെ പോവാ. ഭർത്താവിന്റെ കാര്യം നോക്കണ നോക്കേ, ഇത് അമ്മായമ്മന്റെയും ഇനി പെങ്ങളുടെ പ്രസവം കൂടെ നോക്കേ. ഞാൻ തന്നെ നേഴ്സാ. ഓ ദൈവമേ, ഈ വയറ് കാരണം ഒന്ന് നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല. ഇപ്പൊ വേണ്ട വേണ്ട ഞാൻ 1000 തവണ പറഞ്ഞതാ. ആ തള്ളക്കായിരുന്നു നിർബന്ധം. ഇത് കാര്യം അനുഭവിക്കണ ഞാനല്ലേ. എടി പെണ്ണെ, ഒറ്റയ്ക്ക് പെറുപെറുക്കാണ്ട് കുനിഞ്ഞടിക്ക്. ഇത് 6-ാം മാസാ. എന്റെ മോനാണ് ബുദ്ധിമുട്ട്. അവന്റെ പൈസ ചെലവാക്കാൻ വേണ്ടി ചേടി അടുത്ത് മതിയാന്തോ. എന്റെ കുഞ്ഞൊന്ന് ഉറങ്ങ്. എന്നിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങി. എത്ര ദിവസമാണെന്നറിയാം മര്യാദക്കൊന്ന് കിടന്നിട്ട്. ഓ ഉറങ്ങ്. ദൈവമേ, എല്ലാരും നീ എന്താക്കുക? ആ കുഞ്ഞിന് വേഗം ഒന്ന് ഉറക്കുന്നിട്ട് കുറവ് പണിയുണ്ടേ. അമ്മ ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാൻ കുറച്ചേരം കിടക്കാൻ പോവാ. പിന്നെ രാവിലെ കിടന്നുറങ്ങുന്നത്. കുഞ്ഞുങ്ങൾ ഉറങ്ങിയാലേ അമ്മമാർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. അതിനെ കിടത്തിട്ട് വേഗം ഇങ്ങോട്ട് പാടുന്നത്. പോരട്ട തവണ ഞാൻ മിക്കവാറും കൊല്ലും. ഒന്ന് ഉറങ്ങും കുഞ്ഞെ. തോന്നുന്നുണ്ട് എല്ലാത്തിന്റെ ഇടയിൽ കിടന്നിട്ട്. എന്റെ പൊന്നു മോനെ, ഇത്രയും നേരം ഓരോ പണി ചെയ്തിട്ട് അമ്മ ഒന്ന് വന്ന് ഇരുന്നല്ലുള്ളൂ. ദൈവമേ, അതിവിടെ അച്ഛൻ വെക്കുണ്ടല്ലോ. നിനക്ക് അവന്റെ അടുത്തൊന്ന് പറഞ്ഞൂടെ? അതെങ്ങനെയാ? കുഞ്ഞ് വേണം വേണമെന്ന് പറയല്ലാണ്ട് വന്നതിന് ശേഷം അതിന്റെ ഒരു കാര്യം തന്നെ അവർ നോക്കിയിട്ടില്ല രണ്ടും. നിനക്ക് അമ്മ എടുത്തുതരാം. അമ്മേ, അയ്യോ, ഇവനൊന്ന് വലുതാകണവർ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊന്ന് നടു നിവർത്തിയത്. അപ്പോഴേക്കും അടുത്ത കുഞ്ഞ്. അയ്യോ അമ്മേ, അയ്യോ ദൈവമേ, സ്വപ്നമായിരുന്ന അച്ഛനെ പേടിപ്പിക്കാനായിട്ട് കല്യാണം വേണ്ട, ഒരു കുന്തവും വേണ്ട. ഇതന്നെ നല്ലത്. എന്താടി, എന്താ സൗണ്ട് ഉണ്ടാക്കിയത്? ഒന്നുമില്ലമ്മ, സ്വപ്നം കണ്ടതാ. ഏത് നേരം ഉറക്കം തന്നെയല്ലേ, പിന്നെ എങ്ങനെ സ്വപ്നം കാണാണ്ടിരിക്കും? പണിന്റെ ഇടയ്ക്ക് മെനക്കെടുത്താനായിട്ട്. അമ്മ, ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും സഹായിച്ചു തരണ? നീ തന്നെ ഈ പറയുന്നത്? അല്ലടി മോളെ, എന്ത് സ്വപ്നം കണ്ട്? ഒന്നുമില്ല, എപ്പോഴും അമ്മയില് പണിയെടുക്കണ. വേണമെങ്കിൽ സഹായിച്ചു തരാം. വേണ്ട വേണ്ട, ഇനിയിപ്പൊ നിന്നെ സഹായിക്കാൻ വിളിച്ചിട്ട് വേണം മൂപ്പര് എന്നെ ഓരോന്ന് പറയാൻ. അവിടെ തന്നെ ഇരുന്നോ, അമ്മ ചായ കൊണ്ടുവരാം. മോളെ, ആ സുഭാഷേ എറണാകുളത്ത് പണിക്ക് പോയത്ര. ഇനിയിപ്പോ ഒരാഴ്ച ഞാൻ വരെ. ഇനിയിപ്പൊ പഴയ നോക്കണ്ട, അച്ഛൻ പോയിട്ട് ഒരു പുതിയൊരു ഇൻവെർട്ടർ വാങ്ങിട്ട് വരാം കേട്ടോ. അത് സാരില്ല അച്ഛാ, അവൻ വന്നിട്ട് നോക്കിയാ പോരെ. എന്നിട്ടിപ്പോ പൈസ ഇല്ലാത്തോടെ ഏതൊക്കെ വാങ്ങിക്കാൻ നിക്കുന്നത്? അത് നോക്കിയിട്ട് കാര്യമില്ല മോളെ. ഇനിയിപ്പോ 2-3 ദിവസേ വേനൽ മഴ ഉണ്ടാകുന്ന പറഞ്ഞത്. അങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് പോയാലോ? അല്ല, അച്ഛനമ്മയ്ക്ക് കുഴപ്പമില്ല. നീ പിന്നെ AC ഇല്ലാണ്ട് കിടക്കില്ലല്ലോ. ഇപ്പൊ തന്നെ പുറത്തു വന്നിട്ട് ആ തേങ്ങ വേണ്ടതല്ലേ? ശരിയല്ലേ, അച്ഛൻ പോയിട്ട് വാങ്ങിട്ടില്ല. ഇതാണ് സ്വർഗം. കല്യാണത്തിന് മുമ്പ് രാജകുമാരി, കല്യാണം കഴിഞ്ഞ വേലക്കാരി. ഇപ്പോഴത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ മടിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇതുപോലെ ജീവിതം മാറിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക.